നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഒരു പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടുകൂടിയാണ് കേരളം ഇതിനെ നേരിട്ടത്. ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ സംവിധായകനാണ് ഇതല്ലല്ലോ അതിനുള്ള അവസരം. നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികളിലേക്ക് കൊടുക്കുന്ന കാര്യം. അത് വിവാദങ്ങളിലോ ഞാൻ വിവാദം ഉണ്ടാക്കിയ സംവിധാനങ്ങളോ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമപ്രവർത്തനം നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് ആഴ്ച ഒരു വലിയൊരു ദുരന്തമാണ്. ആ സമാനതകളുള്ള ദുരന്തത്തെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സോഷ്യൽ കോഴ്സിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മുടെ സമയമാണ്. നമ്മൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ നിൽക്കേണ്ട സമയമാണ്. നമുക്ക് ആവുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മുടെ മനസ്സാക്ഷിയും അവനവൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമാണ്. ഇതിനൊക്കെ കാശ് ആവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യും. അതുപോലെ ഇതൊരു നല്ല കോസ്റ്റ്, ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിന് അഭിമാനത്തിൽ ആ എമൗണ്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. സോ സിംഗിളായിട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പവർഫുള്ളാണ് നമ്മുടെ സിംഗിൾ പൈസ. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടില്ല വന്നേക്കുന്നത്. നാളെ ഇത് നമുക്കും വരാം. നമ്മൾ ഒരു കമൻറ്റ് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, നാളെ നമുക്ക് വന്നാൽ മറ്റൊരാൾ നമ്മളോട് നിൽക്കേണ്ടതാണ്. നമുക്ക് എന്തും ആയിക്കോട്ടെ, നിസ്സാര എമൗണ്ട് ആയിക്കോട്ടെ, അത് ഒരുപാട് ചേരുമ്പോൾ വലിയൊരു തുകയാവും. These are very senior actors. Onam Chechi, morning sir. Morning. Prashant. So sir, You're all part of a crew. Now, yeah. You're doing a movie now. Yeah, sir. Thank you. Thank you so much. Receipt. Our parent also. അത് ഒരു അന്വേഷണത്തിന്റെ തുടക്കം. ആ മൂവി Okay. So thank you so much. Thank you and all the best for your movie. When is it releasing? Maybe on October. Oh, Allah production. Thank you. ഒരു സിനിമയുടെ ഭാഗത്തിൽ താരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ചാരിതാർത്ഥ്യമാക്കുന്ന കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാം, നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നടന്നിരിക്കുന്നത്. അവിടുത്തെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിനു ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അപ്പൊ നമ്മളിപ്പോ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല, ആ പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ മുൻചാണ്ടി സാറാണെങ്കിലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള പവർ പോസ്റ്റാണ്. ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് ഭരിച്ചു ചെയ്യും. ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ്, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതിന്റെ പണത്തിന്റെ ഫുൾ കണക്കുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യഥാസ്ഥലത്ത് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുമുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അപ്പൊ അത്തരം പിന്തിരിപ്പൻ നയങ്ങൾ തുടരുന്നവർക്കെതിരായിട്ട് ശക്തമായി പോരാടുക തന്നെ അതിനുള്ളൊരു മെസ്സേജും കൂടിയാണ്. കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കൊന്ന് ആദ്യമായിട്ടായില്ല ഒരു സിനിമയുടെ ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും, അതായത് ഷൂട്ടിംഗ് തുടർന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ ഡബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഒരു ദിവസം കൊണ്ടാണ് ഇങ്ങനെ 24 hours കൊണ്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇതിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറയാൻ ഇനി ഇതൊരു പ്രചോദനം കൊണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് കരുതി. ചെറിയ സംഭവം എത്രയായിരുന്നു, ഇത് കൊട്ടിഘോഷിക്കപ്പെടേണ്ട സംഭവമല്ല. എത്രയായിരുന്നാലും അത് ചെയ്യുക. ഈ മഹാവിപത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുക, അവർ ചേർത്ത് പിടിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഒരു പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടുകൂടിയാണ് കേരളം ഇതിനെ നേരിട്ടത്. ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ സംവിധായകനാണ്. ഇതല്ലല്ലോ അതിനുള്ള അവസരം. നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികളിലേക്ക് കൊടുക്കുന്ന കാര്യം. അത് വിവാദങ്ങളിലോ ഞാൻ വിവാദം ഉണ്ടാക്കിയ സംവിധാനങ്ങളോ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമപ്രവർത്തനം നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് ആഴ്ച ഒരു വലിയൊരു ദുരന്തമാണ്. ആ സമാനതകളുള്ള ദുരന്തമുഖത്തെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സോഷ്യൽ കോഴ്സിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം. മറ്റു കാര്യങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് വന്ന ഒരു ദുരന്തം അത് എല്ലാവർക്കും അറിയാവുന്നതല്ല. എന്നാലും എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുക,
പരമാവധി ഇപ്പൊ കണ്ടില്ല, ഞങ്ങളിപ്പോ എല്ലാവരും കൂടി ചേർന്ന് ഒരു തുക നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ എല്ലാ ഇപ്പൊ സിനിമ ഇപ്പം ആദ്യമായിട്ടായിരിക്കും, ഞാനും ഒക്കെ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഇപ്പൊ ഒരു അന്വേഷണത്തെ തുറക്കുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് ഇത്രയും ചേർന്നത്. കൈലാഷ് ആയാലും സ്വാസിക ആയാലും ഷാജി ആയാലും എല്ലാവരും ഇതിനകത്ത് നിമിഷ നേരം കൊണ്ട് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പൊ പലയിടത്തും പല പല ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്. അവരും അത് അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര കൊടുത്തൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ദൈവത്തിന് വിട്ടു കൊടുത്തിരിക്കുക. അതല്ലാതെ ഇങ്ങനെ കൂട്ടായ്മ ചേർന്നില്ല ഒരു തുക കൊണ്ടുപോയി നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഇതൊരു വലിയ കാര്യമാണ്. അതിലുള്ളത് എന്തും ആയിക്കോട്ടെ, നിസ്സാര എമൗണ്ട് ആയിക്കോട്ടെ, അത് ഒരുപാട് ചേരുമ്പോൾ വലിയൊരു തുകയാവും. ഇപ്പൊ എല്ലാവരും വയനാടിനെ ഉള്ള ആൾക്കാരെ നമ്മുടെ ചേർത്ത് പിടിക്കുക, അവരെയൊക്കെ സഹായിക്കുക. ഇതിനു മുൻപും വലിയ പ്രളയങ്ങളും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മുതിർന്നവർ നമുക്ക് കാണിച്ചു തന്നുള്ള ഒരു പാഠമാണ്. അത് നമ്മുടെ ചേട്ടന്മാരായിരിക്കാം, പക്ഷെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കാം. അവരൊക്കെ ഓരോ സാഹചര്യങ്ങളോട് വളരെ പോസിറ്റീവ്ലിയാണ് അപ്രോച്ച് ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇത് നമ്മുടെ സമയമാണ്. നമ്മൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി നിൽക്കേണ്ട സമയമാണ്. നമുക്ക് ആവുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മുടെ മനസാക്ഷിയും അവനവൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ എല്ലാവരോടും ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണത്. സ്വാഭാവികമായും ഡബിങ് തീരുമ്പോൾ സാധാരണ ഞങ്ങൾ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ പിരിഞ്ഞു പോകാറുണ്ട്. കാരണം നമ്മൾ വീണ്ടും മറ്റുള്ള സിനിമകളിലേക്ക് ഒരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംസാരം വരികയും പെട്ടെന്ന് ഇതിനകത്ത് എല്ലാവരും വലിയ വലിയ എമൗണ്ട്സുകൾ കൊടുത്തവരും കൂടിയുണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും ഇൻവോൾവ് ചെയ്തു എന്നുള്ളതൊരു മനസ്സാണ്. അത് കളക്ടറോട് സംസാരിച്ചപ്പോൾ വരാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ന് കൊടുത്തതാണ്. അപ്പം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. നമുക്ക് ഇനിയും ഒരുമിച്ച് കൂടെ നിൽക്കാം. കാരണം ഇതിപ്പോ നമുക്ക് നമ്മുടെ ചുറ്റുപാടല്ല വന്നേക്കുന്നത്, നാളെ ഇത് നമുക്കും വരാം. അപ്പൊ നമ്മൾ ഒരു കമന്റ് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, ഇത് നാളെ നമുക്ക് വന്നാൽ മറ്റൊരാൾ നമ്മളോട് നിൽക്കേണ്ടതാണ്. നമുക്കിന്നില്ലെങ്കിൽ നമ്മൾ അവരെ നോക്കേണ്ട സമയമാണ്. അപ്പൊ അതിന് നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. ഓക്കെ, ദുരിതാശ്വാസ നിധിയെ പറ്റിയുള്ള ഒരു ആരോപണത്തെ കുറിച്ചാണ് ഇപ്പൊ ഈ ഒരു പറയാതെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ നിലവിലെ ഈ ഇങ്ങനെയുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നും കൂടെ ചിന്തിച്ചിട്ട് തന്നെയാണോ? ഞാൻ പറയുന്നത് ഈ സമയത്ത് ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾക്ക് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് അത് എന്നും നമ്മൾ മലയാളികൾ ചെയ്തിട്ടുണ്ട്, തലമുറയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ജനറേഷനിൽ നമ്മളെല്ലാവരും ചെയ്യണം. നിങ്ങളൊരു പക്ഷേ ജേർണലിസത്തിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയ കണക്റ്റഡ് ആയിരിക്കാം, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടാവാം. അത് നമുക്കറിയില്ല. ഓരോരുത്തരും അവരവരുടെ ഭാഗം ചെയ്യാന്നുള്ളത് ഉൾപ്പെട്ട ആൾക്കാരില് കുറെ അധികം സഹായങ്ങൾ എത്തിച്ചേർന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്തു. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ എന്താ പറയാനുള്ളത്? നമ്മളുടെ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഒറ്റ ആപ്പിന്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും എന്തോരം ഗ്രൂപ്പ്സ് ഉണ്ടെന്നറിയാം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് ഗ്രൂപ്പിൽ നമ്മളെ ചേർക്കുന്നതിൽ പരാതി പോലും പറയാം. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഇനീഷ്യേറ്റീവ് എന്ന് ഉണ്ടായ കോൺട്രിബ്യൂഷനാണ്. 24 hours ഒരാൾ ഒരു മെസ്സേജ് അയക്കും, 2 നേരം സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കഴിയുന്ന ചെറിയ എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ട്, വലിയ എമൗണ്ടുകളല്ല, നമ്മൾ വീഡിയോ കാണുന്ന പോലെ വലിയ എമൗണ്ടുകളൊന്നുമല്ല, നമ്മളൊക്കെ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ, അതെല്ലാം അങ്ങനെ കൂടി ഒരു നല്ല സംഖ്യയാവും. നമ്മൾ അഭിമാനത്തോടെ നമ്മൾ കളക്ടർ നീക്കി എന്റെ പ്രോപ്പർ ചാൻസ് അതിന്റെ DD എടുത്ത് ഏറ്റവും നല്ല രീതി ആ ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ മീഡിയ, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരാളെടുത്ത് ചെറിയൊരു ഇനിഷ്യേറ്റീവ് മതി, ചെറിയൊരു എമൗണ്ട് മതി, അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഒറ്റ തവണ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിൽ ഒതുക്കാതെ ചെറിയ എമൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. നമ്മൾ എന്തിനൊക്കെ കാശ് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യും. എന്ന പോലെ ഇതൊരു നല്ല കോസ്, ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും, അതിന് അഭിമാനത്തോടെയും ആ എമൗണ്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. സോ സിംഗിൾ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പവർഫുൾ ആണ് ഞാനത് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്തായാലും ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന് പറഞ്ഞ മൂവിയും ഇതുപോലെ ഒരു നല്ല തുടക്കം, ആ മൂവിക്ക് ഒരു നല്ല തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ വർക്ക് സ്പേസിന് അത് ഞാൻ പറഞ്ഞില്ല, എന്റെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇത്രയും ചെയ്യാൻ പറ്റും 24 hours. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു സത്യം നമുക്ക് ഇതേ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ വാർത്തകൾ വായിക്കുക, നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആകെ ചെയ്യാവുന്നത് ഫണ്ട് അയക്കാന്നുള്ളത്. നമുക്ക് അങ്ങനെ ചെല്ലാൻ പോലും കഴിയില്ല. അത് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അതെല്ലാം എല്ലാവരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും ഇതിന്റെ ഭാഗമാകും. താങ്ക് യു. Finish the shooting of the movie. Shooting is going on. And have a WhatsApp group. Okay. So we plan to. ഈ സംഭവം Yeah. you wanted to contribute. Yeah,
24 hours ഞങ്ങൾ ഒരു ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. Okay. ആക്ടേഴ്സ് മാത്രമുണ്ട്.